ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ മറ്റേ ടെസ്റ്റ് റണ്ണായോ? എന്തോ ആ നന്നായി. അത് ഇഷ്യൂ വന്നത് പ്ലെയർ റൈറ്റിൽ തന്നെ നമ്മൾ ആ സ്ക്രിപ്റ്റ് ഇഷ്യൂ വന്നത് ആ പ്ലേ റൈറ്റില് നമ്മുടെ പാക്കേജ് ഡോട്ട് ജേസണില് ആ ടാഗ് നമ്മൾ അതിനകത്ത് വെബ് എന്ന് പറയുന്ന ഒരു സിംഗിൾ കോട്സിലാണ് കൊടുത്തിരുന്നത്. ഞാൻ കൊടുത്തതിന്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനായിട്ട് കൊടുത്തതായിരിക്കാം. അപ്പൊ അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. വെബിനൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയാ കോട്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സെപ്പറേറ്റ് കൊടുക്കണ്ട, ജെയ്സൺ ഫോർ ഇതിലായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ NPX ഞാൻ ഇട്ടേണ്ട. NPX അല്ല, NPX വേണ്ട അതിനകത്ത് ടാഗിനകത്ത്. ഓക്കെ. പക്ഷെ സെയിം ടാഗ് തന്നെയാ തോന്നുന്നു. ശ്രീജ്യോതിക്ക് വർക്കായല്ലോ. പക്ഷെ അത് എനിക്കത് മാറ്റി കൊടുത്തപ്പോ പക്ഷെ അങ്ങനെ തന്നെയാ കൊടുക്കാറ്. നമ്മൾ ആ കൊടുത്ത രീതി തന്നെയാ എല്ലാവർക്കും വർക്കാവാറ്. മേ ബി ഓരോ ഇതിന്റെ ആയിരിക്കാം. ഓക്കെ, ആര്യ ജോയിൻ ആവില്ലേ? കുഴപ്പമില്ല, നമുക്ക് അടുത്തത് നോക്കാം. ജെങ്കിൻസ് എടുത്തു. നമ്മൾ ഐ ഫ്രെയിം എടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഐ ഫ്രെയിം നമ്മൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനൊരു ലിങ്ക് അയക്കാം. ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് നോക്കണേ. ഐ ഫ്രെയിം ഓക്കെ, ഒരു ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. ജസ്റ്റ് അതൊന്ന് നോക്ക്. നമ്മൾ ചെയ്തിട്ടില്ല എന്നാ തോന്നുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ആ ലിങ്ക്, ഈ ലിങ്കിനകത്ത് ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യോ? ഈ ലിങ്കിനകത്ത് ഇത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഈ ഒരു പേജ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കിയേ, അതിന്റെ താഴെ വന്നേ ഫ്രെയിംസിന്റെ. ഓക്കെ, ദിസ് ഈസ് സാമ്പിൾ പേജ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ഐ ഫ്രെയിം എന്ന് പറഞ്ഞതേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പേജിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ലിങ്കോ അല്ലെങ്കിൽ ആ പേജിനകത്ത് തൊട്ടിട്ട് വേറൊരു യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ ആ പേജിൽ തന്നെ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കില്ലേ, ചിലപ്പോൾ ആഡ് പോലെയൊക്കെ സൈഡില് വേറൊരു വീഡിയോ അല്ലെങ്കിൽ വേറൊരു പേജിന്റെ ഒരു കുഞ്ഞി പാർട്ട്, അല്ലെങ്കിൽ അതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേജിലേക്ക് പോവാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐ ഫ്രെയിംസ് യൂസ് ചെയ്യാം. ഇപ്പൊ ചില സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും താഴെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഐ ഫ്രെയിംസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പേജ് ലൊക്കേറ്റർ പോലെ ഈ ഐ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഇത് കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് എനിക്ക് ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്നുള്ളത് കിട്ടണം. അപ്പൊ അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മൾ കാണാം അതൊരു ഐ ഫ്രെയിം ടാഗിനകത്താവും കിടക്കുന്നുണ്ടാവുക. കണ്ടോ, ഒരു ഐ ഫ്രെയിം ടാഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഐ ഫ്രെയിമിനെ എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഐ ഫ്രെയിമിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലൊക്കേറ്റർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഫ്രെയിം ഡോട്ട് ലൊക്കേറ്റർ അല്ല, ഫ്രെയിം ഡോട്ട് അല്ല, ഫ്രെയിം ലൊക്കേറ്റർ. നമ്മൾ പേജ് ഡോട്ട് ലൊക്കേറ്റർ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഫ്രെയിം ലൊക്കേറ്റർ എന്ന് പറഞ്ഞൊരു ലൊക്കേറ്റർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പേജ് വരെ എന്ത് ചെയ്യാം, നാവിഗേറ്റ് ചെയ്ത് വെക്കാം.
അതെന്താ ബ്രേസസ് അവിടെയാണോ? അത് പുറത്താണ്. എന്നാലും ഒരു എറർ ഉണ്ടല്ലോ. അല്ല കറക്റ്റ്. ഇതാ ഞാൻ പറഞ്ഞ ആ ഐ ഫ്രെയിമിനല്ലേ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണ്ടേ. ഐ ഫ്രെയിമിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം ലൊക്കേറ്റർ പേജ് ഡോട്ട് ഫ്രെയിം ലൊക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ലൊക്കേറ്റർ യൂസ് ചെയ്യാം. നോർമൽ ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ കിട്ടില്ല. കണ്ടോ താഴെ അത് തന്നെ. ആ ഫ്രെയിം ലൊക്കേറ്റർ യൂസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. എന്താ അതിന് ഐ ഡി യൂസ് ചെയ്യാം. ഐ ഡി ഇല്ലേ, ഫ്രെയിം 1. ഓക്കെ, ഐ ഡി യൂസ് ചെയ്യാം. അപ്പം ആഷ് ഫ്രെയിം 1. ഓക്കെ, അതിനൊരു വേരിയബിളിലേക്ക് കൊടുത്തേക്കാം. എന്നിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് അതിനകത്ത് നിന്ന് ആ ടെസ്റ്റിനെ എങ്ങനെ എടുക്കാം, ദിസ് ഈസ് സാമ്പിൾ എന്ന് പറഞ്ഞ ടെസ്റ്റ് കണ്ടന്റിനെ എടുക്കാം. ഓക്കെ ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം, ദിസ് ഈസ് സാമ്പിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കണ്ടന്റിനെ എടുക്കണം. അപ്പം ദിസ് ഈസ് സാമ്പിൾ എവിടെയാണ് കിടക്കുന്നത്, ഇപ്പം നമ്മൾ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഫ്രെയിം എന്ന് പറഞ്ഞ ഐ ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഫ്രെയിമിനകത്തുനിന്ന് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് കണ്ടന്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഐ ഫ്രെയിമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തൂടെ, ഐ ഫ്രെയിമിനകത്താണ് ഇത്. അതിനകത്തുള്ള ഒരു ടെസ്റ്റ്, അതിനകത്ത് ആകെ ഈ ദിസ് ഈസ് സാമ്പിൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഐ ഫ്രെയിം ഡോട്ട് ലൊക്കേറ്റർ വേണ്ട, ലൊക്കേറ്റർ. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റ് കിട്ടണം. അതെ, ലൊക്കേറ്റ് ചെയ്യണ്ട ആദ്യം, അങ്ങനെയല്ല. ടെക്സ്റ്റ് ഈക്വൽ ടു കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നോക്കട്ടെ, H3 അല്ലെങ്കിൽ H1 അല്ല ഉണ്ടായിരുന്ന, അതിന്റെ ഒരു ലൊക്കേറ്റർ പറഞ്ഞു കൊടുക്കാം നമുക്ക്. H1ന്റെ എന്താ ഐ ഡി തന്നെയുള്ളത്, ഐ ഡി പറഞ്ഞു കൊടുത്തൂടെ, H1ന്റെ ഐ ഡി പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ അതായത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയല്ലടാ, നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, ആദ്യം ഐ ഫ്രെയിമിനെ ലൊക്കേറ്റ് ചെയ്തു. ഐ ഫ്രെയിമിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പേജ് ഡോട്ട് ലൊക്കേറ്റർ അല്ല ഫ്രെയിം ലൊക്കേറ്റർ യൂസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തു. ഇനി ആ ഫ്രെയിമിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, ഫ്രെയിം ഡോട്ട് ഐ ഫ്രെയിം ഡോട്ട് ലൊക്കേറ്റർ, അതിനകത്തുനിന്ന് എന്ത് ലൊക്കേറ്റ് ചെയ്യാണ്, ഐ ഡിനെ, അതായത് H1-നകത്തുനിന്ന് നമ്മൾ നോർമലി ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ ഈ H1-നെ ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ, ഐ ഡി വെച്ചിട്ടാ. അപ്പൊ ഐ ഫ്രെയിം ഡോട്ട് ലൊക്കേറ്റർ, അപ്പൊ എന്താ, ആഷ് ഐ ഡി പറഞ്ഞു കൊടുത്താ പോരെ. സാമ്പിൾ എന്തായിരുന്നു ഐ ഡി, സാമ്പിൾ ഐ. ഓക്കെ, എന്നിട്ട് അതിന്ന് ടെക്സ്റ്റ് കണ്ടന്റ് എടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ്. എന്നിട്ട് അതിനെ ഒരു വേരിയബിളിലേക്ക്, ഫ്രെയിം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് ഇട്ടേ. ഓക്കെ, console.log ഫ്രെയിം ടെസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെസ്റ്റ് റൺ ചെയ്തേ. ശ്രീജ്യോതിക്ക് മനസ്സിലായോ നമ്മൾ എന്താ ചെയ്തതെന്ന്? മനസ്സിലായി. ഓക്കെ, ഓക്കെ, ടെസ്റ്റ് കിട്ടി. ദിസ് ഈസ് സാമ്പിൾ ടെസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ഇനി ഇതിന് അസേഷൻ ചെക്ക് ചെയ്യാം. ഞാൻ നല്ല സോഫ്റ്റ് അസേഷൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വെറുതെ ഒരു സോഫ്റ്റ് അസേഷൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഇതിനൊരു അസേഷൻ ചെയ്ത്, അതായത് ഇത് ചെയ്താൽ മതി, ടു ബി ചെയ്താൽ മതി. അതായത് ഈ ടെസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് ഫ്രെയിം ടെസ്റ്റ് നമ്മൾ ഗെറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്ത് നോക്കുക,
അതായത് എന്തായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത്, ദിസ് ഈസ് സാമ്പിൾ പേജ്, അതായിരിക്കണം എന്നുള്ളൊരു ടു ബി അസേഷൻ ചെയ്യാം. അപ്പം അതെങ്ങനെയാ ചെയ്യാം, എക്സ്പെക്റ്റ് സോഫ്റ്റ് ആകുമ്പോൾ എങ്ങനെ ചെയ്യാം, നമ്മൾ നോർമലി ചെയ്തിട്ടുണ്ട്, എക്സ്പെക്റ്റ് ഡോട്ട് സോഫ്റ്റ് അങ്ങനല്ലേ, ഡോട്ട് സോഫ്റ്റ്, എന്നിട്ട് എന്താ ഫ്രെയിം ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുക. അതായത് ലൊക്കേറ്റർ ആയിട്ട് നമ്മുടെ എന്തായിരുന്നു ഫ്രെയിം ടെക്സ്റ്റ്. ഓക്കെ, എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ടു ബി അല്ല ചെക്ക് ചെയ്യുന്നത്, ടു ബി എന്താണോ നമ്മളുടെ ടെസ്റ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കാം. ടു ബി മതി, നോർമൽ ടു ബി, ട്രൂത്ത് മതി. ടു ബി എന്ത് ടെസ്റ്റാ, ദിസ് ഈസ് സാമ്പിൾ പേജ്, ദിസ് ഈസ് എ സാമ്പിൾ പേജ്, അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് സോഫ്റ്റ്വെയർ പോലെ ചെയ്തു എന്ന് മാത്രം. പക്ഷെ അപ്പൊ ഈ സോഫ്റ്റ്വെയർ സെഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കറക്റ്റ് അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യില്ലേ? കറക്റ്റ് അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, ആ ഒരു ലൈൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് ആക്കി കൊടുത്തു നോക്കൂ, അതിന് എന്തെങ്കിലും ഒരു സ്പേസ് കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്താൽ കിട്ടില്ലല്ലോ. അത് ഓക്കെ. അതായത് ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഒരു വെബ്സൈറ്റിൽ വരുന്നതെല്ലാം ഈ ഐഫ്രെയിമിനകത്തായിരിക്കും. നമ്മള് ഡെവലപ്പേഴ്സ് ആ ഒരു രീതിയിലായിരിക്കും കൊടുക്കുക. കണ്ടോ, നമുക്ക് അതിന് ശേഷമുള്ള ലൈൻ അവിടെ വർക്ക് ആയിട്ടുണ്ട്, പക്ഷെ എന്താണ് അത് സ്കിപ്പായി. മുകളിലെടുത്തണം ടു ബി, അതിനകത്ത് ആ സെഷനിലെ ഒരു സ്പേസ് ആണത്, അതായത് ദിസ് ഈസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, അതിന് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലേ നോക്കിയേ. സോഫ്റ്റിനകത്ത് നമുക്ക് സോഫ്റ്റ് സെഷൻ എടുത്തണം, അതായത് നമ്മുടെ ഇതെടുക്കുക ടെർമിനൽ, അതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയോ ഇല്ലയോ നോക്കാനാ. ഓക്കെ, ദിസ് ഈസ് എ സാമ്പിൾ എന്ന് നമുക്ക് കിട്ടി. അതിനുശേഷമുള്ള പേജ് എല്ലാം വർക്കായി, പക്ഷെ എന്താണ് ആ ഒരു പേജ് ആ ഒരു ഇത് മാത്രം ഇതായി, അതിനുശേഷമുള്ളത് വർക്കായി. ഓക്കെ, ഇപ്പൊ സോഫ്റ്റ്വെയർ ഒരു ഇത് മനസ്സിലായില്ലേ, അതിന് സ്കിപ്പ് ചെയ്യാൻ മീൻസ് അത് ഫെയിൽ ആവും, പക്ഷെ എന്താ അതിന് ശേഷമുള്ളത് വർക്കായതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാന്ന് മാത്രം. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ പിന്നെ ഐഫ്രെയിമും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലേറൈറ്റിന്റെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ചെയ്തു. ഇനി നമുക്ക് ഈ സെയിം സാധനം തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പൊ ജസ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫോൾഡർ ടെസ്റ്റിനകത്തല്ല, മുകളിൽ ജസ്റ്റ് എന്താ പറയാ ടൈപ്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഒരു നമുക്ക് ഈ ടൈപ്പ് സ്ക്രിപ്റ്റിന് ടെസ്റ്റിനകത്ത് തന്നെ ചെയ്താൽ മതി. ഫോൾഡർ വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം, ടെസ്റ്റിനകത്ത് demo.ts എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. demo.ts അല്ല ഓക്കെ ചെയ്തോ. ഈ ജാവാസ്ക്രിപ്റ്റും ടൈപ്പ് സ്ക്രിപ്റ്റും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഈ എക്സ്റ്റൻഷനാണ്. ഒന്നെന്താണ്, ജാവാസ്ക്രിപ്റ്റ് ആവുമ്പോൾ TS JS എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനോട് കൂടിയാണ് നമ്മൾ സേവ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലോ JS എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനോട് കൂടിയാണ് നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ സെയിം ജാവാസ്ക്രിപ്റ്റ് തന്നെ പ്ലസ് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടൈപ്പ് സേഫ്റ്റി എന്ന് പറയും. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഇത് ഇന്ന ടൈപ്പാണ്, ഇത് ഏത് ടൈപ്പാണെന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ട്രിങ് നമ്പർ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്താണ് റൺ ടൈമിൽ തന്നെ അത് ഡിസൈഡ് ചെയ്യും ജാവാസ്ക്രിപ്റ്റ് ഇത് ഏത് ടൈപ്പാണ്. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ എന്താണ് നമ്മൾ ഓരോന്നിന്റെയും ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. ഇത് ഈ ടൈപ്പിലാണ്, ഇത് ജാവാസ്ക്രിപ്റ്റ് അല്ല, ഇത് എന്ത് ടൈപ്പാണ്, സ്ട്രിങ് ആണ്, നമ്പർ ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൈക്രോസോഫ്റ്റ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ഡെവലപ്പ് ചെയ്തേക്കുന്നത്.
മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ഇതിനകത്ത് പറയാം, ഇപ്പൊ ഇതിനൊരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു സൂപ്പർ സെറ്റ് ആണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ജാവാസ്ക്രിപ്റ്റിന്റെ മുകളിൽ, അതായത് എന്താ, കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തേക്കാന്ന്, ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത്, ടൈപ്പ് സ്ക്രിപ്റ്റ്. ഈ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ടൈപ്പ് സേഫ്റ്റി. ടൈപ്പ് സേഫ്റ്റി ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്ത്, ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് എന്ത്, ടൈപ്പ് സ്ക്രിപ്റ്റ്. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ എന്തറിയാം, ഇതും അറിയാം, ടൈപ്പ് സ്ക്രിപ്റ്റും അറിയാം. ജസ്റ്റ് എന്ത് ചെയ്യുക, TX എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഇട്ടിട്ട് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ആദ്യം നമ്മുടെ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, ടൈപ്പ് സ്ക്രിപ്റ്റ് പ്ലെയറായിട്ട് ജസ്റ്റ് ബ്രൗസ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് വരും. ടൈപ്പ് സ്ക്രിപ്റ്റ് npm init ടൈപ്പ് സ്ക്രിപ്റ്റ് തന്നെയാണ്, എന്നാലും ബ്രൗസ് ചെയ്ത് നോക്കാം. ടൈപ്പ് സ്ക്രിപ്റ്റ് പ്ലെയറൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ പ്ലെയറൈറ്റിന് വേണ്ടിയല്ല. ഓക്കെ, അപ്പം അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. മുകളിൽ ഓക്കെ, അത് തന്നെ. അതിനകത്തുനിന്ന് ഇൻസ്റ്റാളേഷനിൽ കിടക്കുകയാണെങ്കിൽ കാണാം. ഇൻസ്റ്റാളേഷൻ അതേ ഉണ്ടോ, ഫസ്റ്റ് കണ്ടോടാ, ഗെറ്റിംഗ് സ്റ്റാർട്ടിന്റെ താഴെ, ഗെറ്റിംഗ് സ്റ്റാർട്ട് കണ്ടോ, ഈ സൈഡില് ഇൻസ്റ്റാളേഷൻ എടുത്ത് അതിനകത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് npm അത് പ്ലെയറൈറ്റ് ആണല്ലോ അല്ലെ. ഇതിനകത്ത് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ജസ്റ്റ് ഇത്ര തന്നെയാണ്. ഇതിന്റെ അതിനകത്ത് ഇൻസ്റ്റാളേഷൻ ഉണ്ടോ നോക്കിയേ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. npm init അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. നോർമലി ചെയ്യുന്ന പോലെ തന്നെ npm init നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയാം. എന്നിട്ട് @latest എന്ന് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. npm അതിനകത്ത് കാണുന്നില്ലല്ലേ, ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതാണോ npx playwright test ts config? അല്ലല്ല, ഞാൻ പറഞ്ഞു എന്തായിരുന്നു. നോക്കട്ടെ, ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാളേഷൻ കമന്റ്. എടാ, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പോലെ ഇതിപ്പോ പ്ലെയറൈറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയത് കൊണ്ടാ കിട്ടാൻ. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കയറിയില്ലേ, ജസ്റ്റ് npm എന്ന് പറഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റും എക്സൽ ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് npmന്റെ ഒരു ഒഫീഷ്യൽ സൈറ്റ്, അതിനകത്ത് കിടക്കുന്നുണ്ട് npm ഇൻസ്റ്റാൾ d ടൈപ്പ് സ്ക്രിപ്റ്റ്. പക്ഷെ എന്റെ ഡി വർക്ക് ആവില്ലായിരിക്കും. ഡി ഇല്ലെങ്കിൽ എന്നാ ജി കൊടുത്താൽ മതി. ജി മീൻസ് ഗ്ലോബലി. ചാറ്റിലൂടെ ഇടാവോ? ചാറ്റിലോട്ട് കൊടുക്കണം. ഞാൻ ഡി വെച്ച് നോക്കണോ? കൊടുത്തു നോക്ക്. വർക്കായില്ലെങ്കിൽ നമുക്ക് ജി തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ പാക്കേജ് .jsonൽ നോക്കിയാൽ മതി അതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലെന്ന്.
ഓക്കെ, അതിനകത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ശ്രീജ്യോതിക്ക് ഇൻസ്റ്റാൾ ആയോ? ആ ആയിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതായത് ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് പ്രോഗ്രാം അല്ല, നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കാം ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ട്. നമ്മൾ നോർമലി എങ്ങനെയാ ജാവാ സ്ക്രിപ്റ്റിലാണെങ്കിൽ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ എനിക്കൊരു മെസ്സേജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്? ലെറ്റ് മെസ്സേജ് ഈക്വൽ ടു എന്താണ് മെസ്സേജ്, അതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്തല്ലേ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം, ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കും, ഈക്വൽ ടു ആ ഒരു സ്ട്രിങ് ആണ്, ഹലോ എന്നോ ഗുഡ് മോർണിംഗ് എന്നോ എന്തെങ്കിലും ഒരു ഇത്. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ ഇതിനകത്ത് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനെ കൊടുത്താലും ഇഷ്യൂ ഒന്നും വരില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കും. അത് എവിടെയാണ് പറഞ്ഞു കൊടുക്കുക എന്നറിയോ? മെസ്സേജ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഫുൾ കോളൻ ഇട്ടിട്ട് എന്താണോ ടൈപ്പ്, വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട് ഫുൾ കോളൻ ഇടുക. ഫുൾ അവിടെ തന്നെ അവിടെ തന്നെ ഫുൾ കോളൻ ഇടുക. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, ജസ്റ്റ് സ്ട്രിങ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് അത് സ്ട്രിങ്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇതെന്താണ്, സ്ട്രിങ് ആണ്. ഇതിനകത്ത് സ്ട്രിങ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്തു, നോർമലി നമുക്ക് ജാവാ സ്ക്രിപ്റ്റിലാണെങ്കിൽ എന്താ ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കണ്ട, വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ലെറ്റ് മെസ്സേജ് ടു സ്ട്രിങ് പറഞ്ഞു കൊടുക്കണ്ട, ജസ്റ്റ് ഈക്വൽ ടു വേറൊരു വാല്യൂ കൊടുത്തേ. ഓക്കെ, ഹലോ വേൾഡ്. ഇനി എനിക്ക് മെസ്സേജ് 2 ഈക്വൽ ടു എന്ത് ചെയ്യാണ്? ഓക്കെ, അടുത്ത ലൈനിലായിട്ട് മെസ്സേജ് 2 ഈക്വൽ ടു 22 എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ജാവാ സ്ക്രിപ്റ്റിൽ എന്താണ് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ടൈപ്പ് സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മള് അത് എന്ത് ടൈപ്പ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ ടൈപ്പ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മെസ്സേജ് 2 എന്താണ്, അതൊരു സ്ട്രിങ് ആ, നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സ്ട്രിങ് ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എന്ത് ടൈപ്പാന്ന് പറഞ്ഞു കൊടുക്കണം. ഡിക്ലെയർ ചെയ്തത് ഏതാ, സെക്കൻഡ് ലൈനിൽ അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്ത് വേണം, പിന്നീട് അതിനെ വേറൊരു ടൈപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജാവാ സ്ക്രിപ്റ്റിൽ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമായിരുന്നു. ഒരു ടൈപ്പിനകത്ത് കൊടുത്തിട്ട് വേറൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യാമായിരുന്നു. അപ്പൊ ഇതെന്താ, ഇതൊരു ഇൻവാലിഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യും, കമ്പൈൽ ടൈം എറർ വരുത്തും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ജസ്റ്റ് അത് കമന്റ് ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, മനസ്സിലായോ ശ്രീജ്യോതി? ഇങ്ങനെയല്ലേ, ഇത്രേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ എനിക്ക് ഒരു നമ്പർ ടൈപ്പ് ഒരു വേരിയബിൾ ഒന്ന് സ്റ്റോർ ചെയ്തു. അപ്പൊ ഈ മെസ്സേജ് ടു ഈക്വൽ ടു ഗോൾഡ് ഇങ്ങനെ കൊടുത്താലും അങ്ങനെ രണ്ടും വർക്കാവും. മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ജാവാ സ്ക്രിപ്റ്റിന്റെ കൂടെ കുറച്ച് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കൊടുത്തതാ. അതുകൊണ്ട് ഇത് വർക്ക് ആവില്ല എന്നല്ല, നമുക്കൊരു വാർണിംഗ് പോലെ കാണിക്കും, ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്, അപ്പൊ ടൈപ്പ് മെൻഷൻ ചെയ്യണം എന്നുള്ളൊരു ഇത് കാണിക്കും. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഫയലിനെ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയൽ ആക്കിയാലും ഇത് റൺ ചെയ്യിപ്പിക്കുന്നത് ജാവാ സ്ക്രിപ്റ്റ് ഫയലിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്തിട്ടാ. അത് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ എനിക്കൊരു നമ്പറിൽ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാം, എനിക്കൊരു നമ്പർ ഏജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും ഏജ്, ഇൻഡല്ല, ഇത് നമ്മൾ ടൈപ്പുകൾ നോക്കിയതല്ല, സെയിം ആ ടൈപ്പുകൾ തന്നെ ഇതിനകത്തുള്ളത്. നമ്പർ ടൈപ്പ്, നമ്പർ എന്ന് പറയുമ്പോൾ നമ്പറിന്റെ എൻ സ്മോൾ ലെറ്റർ അല്ലേ, നമ്മൾ ടൈപ്സ് ഓഫ് നോക്കിയതല്ലേ. ഓക്കെ, നമ്പർ, എന്നിട്ട് എന്താ ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ബൂലിയൻ കൊടുക്കണമെങ്കിലോ, ഒരു ബൂലിയൻ ടൈപ്പ് കൊടുക്കണമെങ്കിലോ, ഓക്കെ, ട്രൂ ഓർ ഫോൾസ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ കൊടുക്കാം. ഇപ്പൊ ആ മെസ്സേജ് 2 എന്ന് പറയണതില്ലേ, എനിക്ക് എന്ത് ടൈപ്പാന്ന് അറിയില്ല എന്ന് വിചാരിക്കും. മേ ബി സ്ട്രിങ് അല്ലെങ്കിൽ നമ്പർ ആയിരിക്കാം. അതിന്റെ ടൈപ്പ് എനിക്ക് ഇപ്പൊ അറിയില്ല, അല്ലെങ്കിൽ ആ ടൈപ്പ് എനിക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിന്ന് പറഞ്ഞു കൊടുക്കാം. മീൻസ് ഇപ്പൊ മെസ്സേജ് 2നെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതേപോലെ സ്ട്രിങ്, ബൂലിയൻ, നമ്പറിന് പോലെ തന്നെ നമുക്ക് എനി എന്ന് പറഞ്ഞൊരു ടൈപ്പ് യൂസ് ചെയ്യാം. അതെന്താണ്, ഏത് ടൈപ്പാന്ന് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനി ടൈപ്പ് യൂസ് ചെയ്യാം. മനസ്സിലായോ ശ്രീജ്യോതിക്ക്? ഓക്കെ ആണോ? ഇനി
ഇനിയിപ്പോ എനിക്കൊരു അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിലോ, ഒരു അറയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്, ഒരു നമ്പർ അറേ ഡിക്ലെയർ ചെയ്യണം, 1 2 3 4 എന്ന് പറഞ്ഞിട്ടൊരു അറേ. അപ്പൊ എങ്ങനെയാ, ഒരു ലെറ്റ് ഒരു അറേ നെയിം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഫുൾ കോളൻ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, അറേയുടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ഒരു നമ്പർ അറിയാന്ന് പറഞ്ഞു, അപ്പൊ എന്ത് ചെയ്യാം, നമ്പർ എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഓക്കെ അറേ പറഞ്ഞു കൊടുക്കുക 1 2 3 4. ഇങ്ങനെ ഇതെന്താ അവിടെ അറേ വന്ന് നിൽക്കുന്നത്, അറേ ആണെങ്കിൽ എന്ത് വേണം, ഈ നമ്പറിന്റെ ഒപ്പം ഒരു അറേയുടെ ബ്രേസസ് ഇട്ട് കൊടുക്കണം. മനസ്സിലായി? നമ്പർ കഴിഞ്ഞിട്ട് അതല്ലടാ, നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അവിടെ അല്ലടാ, അവിടെ അല്ല, ജസ്റ്റ് നമ്പർ അവിടെ തന്നെ കണ്ട, അവിടെ വന്നേക്കുന്ന ടൈപ്പ് നമ്പർ അതേപോലെ കൊടുക്കണം. ഓക്കെ, അറേ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അറേ നോക്കി, നമ്പർ നോക്കി, ബൂലിയൻ നോക്കി. ഓക്കെ, ഇത്രയാണ് എന്ത് ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് നോർമലി. എന്ത് ഇനിയിപ്പോ ഇതൊക്കെ നമുക്ക് എന്ത് ഏൽപ്പിക്കാൻ പറ്റും, കൺസോൾ ഏൽപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കൺസോൾ, ഇതെല്ലാം നമുക്കൊന്ന് കൺസോൾ ഏൽപ്പിച്ച് നോക്കാം, ഇതെങ്ങനെയാ റൺ ചെയ്യാന്നും കൂടെ നോക്കാം. എല്ലാം ഒന്ന് കൺസോൾ ഏൽപ്പിച്ചേക്കും, കമ്പ്യൂട്ടർ കൊടുത്താലും കുഴപ്പമില്ല. ഇതപ്പോ എങ്ങനെ റൺ ചെയ്യുന്നത്, സാധാരണ റൺ ചെയ്യാനുള്ള കോഡ് ഞാൻ പറഞ്ഞുതരാം. ശ്രീജ്യോതി ചെയ്തോ ഇത്രയും? ചെയ്തോണ്ടിരിക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ, ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ജാവാസ്ക്രിപ്റ്റിന് റൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആണ് നോഡ്. റൺ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വേണം, അതിനാണ് നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നോഡ് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിന് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇതിനെ വീണ്ടും നമ്മൾ എന്താക്കി മാറ്റണം, ജാവാസ്ക്രിപ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കാനുള്ള സിൻടാക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ TSC ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തേ, TSC എന്നിട്ട് ഫയൽ നെയിം എന്താ, നമ്മുടെ ഫയൽ നെയിം സി തന്നെ കറക്റ്റാ. ഇനി ഫയൽ നെയിം, നമ്മുടെ ഫയൽ നെയിം എന്താ, demo.ts അല്ലേ, TS. ജസ്റ്റ് ഒന്ന് റൺ ചെയ്തേ, ഇതെന്താ ഇൻസ്റ്റാളേഷൻ, TS is not recommended the function, സ്പെല്ലിംഗ് TSC അല്ലേ, അതെ TSC ഡോട്ട് അല്ല TSC demo.ts. ഇങ്ങനെ തന്നെയാണോ ശ്രീജ്യോതിക്ക് വന്നേ? ഹലോ ശ്രീജ്യോതിക്ക് കിട്ടിയോ? എനിക്ക് വന്നത് TSC not found but can be installed with എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, നോഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ അത്. ഇനിയിപ്പോ വേറെ എന്താ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത്രേ വേണ്ടുള്ളൂ, ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇത് ഗ്ലോബലി കൊടുത്തു നോക്കണോ? -g ഇട്ടിട്ടല്ലേ? ഓക്കെ, അത് ശ്രീജ്യോതിക്ക് എന്താ കമാൻഡ് വന്നേക്കുന്ന, റെക്കമെൻഡ് ചെയ്തേക്കുന്ന കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്യാനാ, sudo apt install node typescript. നോഡും ടൈപ്പ് സ്ക്രിപ്റ്റ് ഒക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നെക്സ്റ്റ് ഇൻസ്റ്റാൾ ആയിക്കുന്നേ തോന്നുന്നു, മീൻസ് അടുത്തത് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്, npm ഇത് അതിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഈ ഒരു കമാൻഡ് ഉണ്ട്, അത് തന്നെ മറ്റ് നെക്സ്റ്റ് അല്ലാതെ ലേറ്റസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, ഇങ്ങനെ കൊടുത്താലും മതി.
നോക്കിയിട്ട് ലേറ്റസ്റ്റ് കൊടുക്കാം നമുക്ക്. നോക്കട്ടെ. അത് അപ്പോഴും സെയിം കിട്ടുന്നില്ല. ആണ് വരുന്നത്. പാത്ത് DCS is not recommended ലൈൻ ക്യാർ എന്താണത് പാത്ത് Set the state limit to the path was included in this പ്ലേ folder. റൈറ്റ് ഈ ഫോൾഡറിനെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ആ പിന്നെ ഇപ്പം എന്താ check the spelling of the name or if the path included verify the path is correct. ഇത് ക്യാപ്സ് ജി ആണോ സ്മോൾ ജി ആണോ വരിക? സ്മോൾ തന്നെയാ. അപ്പൊ വേറെയാണ്. ഫയൽ ഈ ഫയലിനെ Demo കിട്ടുന്നില്ല. dot just ഡെമോ ടിഎസിനെ file കിട്ടുന്നില്ല. is in the program file, root file specified for compilation. ഓ അത് റൂട്ടിൽ നിന്ന് ഇപ്പൊ ഇത് ടെസ്റ്റിനകത്ത് നിന്നായിരിക്കും പോകുന്നത്. ആ റൂട്ട് ഫയലും അത് അതെയല്ലോ പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ആ പ്ലേറൈറ്റ് ഈ ഫോൾഡർ ആണ്. ഫോൾഡറാണ്. ആ ഫോൾഡറിനകത്താണ്. ഫോൾഡറിനകത്ത് അതിനകത്ത് ടെസ്റ്റ് പോണോ? ടെസ്റ്റിനകത്തായതുകൊണ്ടായിരിക്കും. അത് ഒരു കാര്യം ചെയ്യും, ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്തേക്ക് ആക്കിയിട്ട് ആ ഫോൾഡർ പാത്ത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ശ്രീജ്യോതിക്ക് അപ്പൊ കിട്ടിയോ? ടെസ്റ്റിന് പുറത്താണോ? ആ ടെസ്റ്റിന് പുറത്തോ ടെസ്റ്റിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെയോ എറർ വരുന്നുണ്ട്. അതെന്താ? റിമൂവ് ഓൾ ലിസണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആരോട് ഇത് ചെയ്യില്ലേ? മനസ്സിലായില്ലേ? ജസ്റ്റ് പാത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ഇനിയിപ്പോ പ്ലേ റൈറ്റിനകത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് കയറണം. ആ ഫോൾഡറിനകത്തേക്ക് കയറിയിട്ട് ഇത് റൺ ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു .js ഫയലും കൂടെ കിട്ടും. എന്ന് നോക്കട്ടെ. CD വരുന്നില്ല. ടാബ് കൊടുത്തിട്ട് വരുന്നില്ല. CD വരുന്നില്ലല്ലോ. എങ്ങനെ അത് മൂവ് ചെയ്യാൻ? ടെസ്റ്റ് ഇല്ല. ഒരു കാര്യം ചെയ്യും, ടൈപ്പ് സ്ക്രിപ്റ്റിന് ടെസ്റ്റിന് പുറത്തേക്ക് ഇട്ടേ, അപ്പൊ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ടെസ്റ്റിന് പുറത്തേക്ക് ഇട്ടേക്ക്. റൂട്ട് ഫോൾഡർ. ഓക്കെ, ഇനി ഒന്ന് CD അടിച്ചു നോക്കിയേ. ഇല്ല. ഓക്കെ, ഇനി ഒന്ന് സേവ് കമാൻഡ് അടിച്ചേ. ഓക്കെ ഓക്കെ, അതിനകത്ത് കണ്ടോ ഒരു ഡെമോ JS ഫയലും കൂടെ വന്നത്. ഇനി നമ്മൾ നോർമലി റൺ ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് നോഡ് ഫയൽ നെയിം അങ്ങനെയല്ലേ ജാവ നോർമൽ. ഓക്കെ, ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ശ്രീജ്യോതി ഒന്ന് നോക്കാം. ശ്രീജ്യോതി ഒന്ന് ഷെയർ ചെയ്തേ. സ്ക്രീൻ കാണാമോ? ആടാ കാണാം. ഇതെന്താ വന്നേക്കുന്നത്? എക്സ്പെക്റ്റഡ് എറർ, റിമൂവ് ലിസ്ണേഴ്സ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ലെറ്റ് മെസ്സേജ്. ഓക്കെ, കറക്റ്റാണ് കൊടുത്തേക്കുന്നത്. മെസ്സേജ് ടു എനി കൊടുത്തിട്ടുണ്ട്. ഏജ് നമ്പർ ബൂലിയൻ. ഓക്കെ, ഇതിനകത്ത് എന്താ എവിടെയാ ഫുൾ സെമിക്കോളൻ എക്സ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞു വന്നേക്കുന്നത്? ഇവിടെ എല്ലാം സെമിക്കോളൻ കൊടുക്കണോ? ഇത് നിർബന്ധമൊന്നുമില്ലടാ, ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത്. ഇതെന്താ 23 TSC സ്പേസ് demo.ts അല്ലേ? ആടാ, TSC സ്പേസ് ഡെമോ. സെയിം അതല്ല നോക്കട്ടെ. എറർ ഒന്ന് ഞാൻ നോക്കട്ടെ. ഡിക്ലറേഷൻ എക്സ്പെക്റ്റഡ്. എടാ, ഇത് ഈ പറഞ്ഞ പോലെ ഈ പാത്ത് പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പൊ ഇത് ഡെമോ.ts എന്ന് പറയുന്നത് ഏതിനകത്താ കിടക്കുന്നത്? ടെസ്റ്റിനകത്താ. ഒരു കാര്യം ചെയ്യുക, അതിനൊരു ആരോൺ ചെയ്ത പോലെ ഒരു ഫോൾഡർ ആക്കി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ടെസ്റ്റിന് പുറത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. ഒരു ന്യൂ റൂട്ട് ഫയലിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിനെന്ത് ചെയ്താൽ മതി?
അതിനങ്ങോട്ട് എടുത്തിട്ട് ഇനി ആ പാത്തും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ CD ടാബ് ചെയ്താൽ വരുവാടാ. CD എടുത്തിട്ട് ടാബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും നമ്മുടെ അതിനകത്തുള്ള. ഓക്കെ സീരീസ് ഓക്കെ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പറ്റില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് തന്നെ ചെയ്യേണ്ടി വരും. Ctrl V വർക്ക് ആവില്ല തോന്നുന്നു ടെർമിനലിൽ. കോപ്പിയും പേസ്റ്റും വർക്ക് ആവും. Ctrl V Ctrl ഓക്കെ. ഇനി ഇനി ഈ സെയിം ഫയൽ അടിച്ചു കൊടുത്ത് സെയിം ഇഷ്യൂ ആണോ? ഇഷ്യൂ ഒന്ന് ഞാൻ നോക്കട്ടെടാ. ഒരു TS ഉം ഒരു JS ഉം കിടപ്പുണ്ട്. ഓക്കെ ആണ്. നമുക്കിപ്പോ റൺ ആയത്, അതുകൊണ്ട് അതിന്റെ JS ഫയൽ വന്നേക്കുന്നത്. പക്ഷെ ഇതെന്താ കൺസോളിൽ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വർക്കായി. ഇനി ഒന്ന് ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. അതായത് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യുക, ടൈപ്പ് സ്ക്രിപ്റ്റിനെ കൺവേർട്ട് ചെയ്യുക ജാവാസ്ക്രിപ്റ്റ് ആയിട്ട്. കാരണം എന്താ, നോഡാണ് വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം. ടൈപ്പ് സ്ക്രിപ്റ്റിന് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ കൺവേർട്ട് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഫയലാക്കി. നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടു ഒരു demo.js വന്ന്. ഇനി എന്ത് ചെയ്യുക, നോഡ് demo.js കൊടുക്കുക. ഓക്കെ വർക്കായി. ഇഷ്യൂ എന്താ വരുന്നതെന്ന് ആ ഇഷ്യൂ ഒന്ന് കോപ്പി ചെയ്തിട്ട് കൊടുത്തേടാ. കോഡും നമ്മുടെ കോഡും ഇഷ്യൂവും കൂടെ ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക. സ്ക്രീൻഷോട്ട് വെച്ചാൽ മതിയായിരിക്കും. സ്ക്രീൻഷോട്ട് വെച്ചാലും മതിയായിരിക്കും. മൊത്തം പാത്തും എല്ലാം കൂടെ ഇതാക്കിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് വെച്ചു. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാൾ ആവാത്തത്. ലേറ്റസ്റ്റ് ഒന്ന് ചെയ്തേടാ. നോഡ് ഓൾറെഡി നമ്മുടെ ഉണ്ട്. പക്ഷെ വർക്കാകുന്നുണ്ടാവും, കിട്ടുന്നുണ്ട്. ഇനി സേവ് എടുത്ത് നോഡല്ല. ഓക്കെ ഒരു പ്രാവശ്യം കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. വേറൊരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം, അതിനെ TS-ലേക്ക് ആക്കാൻ നോക്കാം, അല്ല JS-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇത് JS ഫയൽ അല്ലേ ഇപ്പോഴത്തേക്കുന്നത്. TS ഫയൽ ഒന്നും കൂടെ എടുത്ത് നമ്മുടെ demo.ts ഒന്നും കൂടെ എടുത്ത് ഇതിനകത്ത് മെസ്സേജ് സ്ട്രിംഗ് വേറെന്തോ ഒരു എക്സ്റ്റൻഷൻ, അതെന്താണ് ആ മുകളിൽ വന്നേക്കുന്നത്, demo.ts ഒരു 5 വന്നേക്കുന്നത്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഓക്കെ 5 എന്തോ മിസ്റ്റേക്കാണ്. അത് കുഴപ്പമില്ല. ബൂലിയൻ പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ചെയ്യും, പുതിയൊരു ഫയലിനകത്ത് പുതിയൊരു ഫയലിനെയും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് വിശ്വസിച്ചാൽ നമുക്കത്
എന്നിട്ട് വേറൊരു മെസ്സേജ് തന്നെയാണ്. ഒന്ന് സേവ് ചെയ്തേ, കൺട്രോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ വേറൊരു ഇതെല്ലാം കളഞ്ഞിട്ട് പുതിയൊരു എന്തെങ്കിലും കൊടുത്തേടാ. ഇതെല്ലാം പോയിട്ടുണ്ട്. ഒരു കാര്യം, ഇതെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് വേറെ എന്തെങ്കിലും മെസ്സേജിന് പകരം വേറെ എന്തെങ്കിലും മൊത്തം കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം കൊടുത്തേ. വേറെ എന്തെങ്കിലും ഒരു അറയോ വേറെ നമ്പർ മാത്രം എന്തെങ്കിലും കൊടുത്തേ. പുതിയതായിട്ട് ഒരെണ്ണം കൊടുത്തേ. ഇതെല്ലാം കളഞ്ഞിട്ട് പുതിയതായിട്ട്. മതിയാണ്. നീ എന്ത് ചെയ്യാ, ഇതിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണേ നീ. വീണ്ടും ഐശ്വര്യ തന്നെയാണോ വന്ന്? ഈ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ. അതിനകത്ത് ചെക്ക്, അല്ലെങ്കിൽ NPX TCS -- വേർഷൻ അടിച്ചു കൊടുത്താലും മതി. NPX TSC TSC വേർഷൻ 5.9.3. ഇതിനെ നമുക്കൊരു കോൺഫിഗറേഷൻ ഫയൽ എടുത്തേടാ. TS കോൺഫിഗ് ഫയൽ വന്നിട്ടുണ്ടോ നമുക്ക്? ഇത് കോമൺ കോൺഫിഗ് ഫയൽ അല്ലേ? അതല്ല, ഒരു കാര്യം ചെയ്യാം, ഈ ഒരു കമന്റ് കൂടെ അടിച്ച് NPS TSC -init ക്രിയേറ്റഡ്. ഓക്കെ, ഒരു TSന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്തതാ. അതെവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. TS കോൺഫിഗ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയാടാ. കോൺഫിഗറേഷനകത്ത് പാക്കേജ് മുകളിൽ വന്ന് നോക്കി. ഓക്കെ, അതിനകത്ത് ഇങ്ങനെ. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ഇത് കൊടുക്കണോ? ഈ NPM അതും കൂടെ കൊടുത്തേക്കണം. സെയിം തന്നെയല്ലേ? റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയടാ. VS കോഡ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തൊന്ന് നോക്കി. മിനിറ്റ് ചെയ്തു. TS ഫയൽ വന്നു. ഒരു കാര്യം, NPX നമ്മളിപ്പോ TSC ഡെമോ TS അടിച്ചതിന് പകരം NPX TSC ഡെമോ അടിച്ച്, അല്ലെങ്കിൽ സാമ്പിൾ അടിച്ച്. NPX TSC ഒപ്പം അതും കൂടെ NPX കൂടെ പഠിച്ച സെയിം കോഡ് തന്നെ NPX. ഇത് എന്ത് എററാണ്? അത് അടിച്ചപ്പോ ഓക്കെ. ഒരു കാര്യം ചെയ്യും, വേറൊരു ഫയലും കൂടെ ജസ്റ്റ് ഒന്ന് സാമ്പിൾ ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ അത് ഓൾറെഡി JS ഫയൽ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെയും കൂടെ ഒന്നും ഈ എറർ ഉണ്ടോ ഇല്ലയോ ഒരു പുതിയൊരു TS ഫയൽ
ജസ്റ്റ് നോക്കാനാ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, ശ്രീജ്യോതിയുടെ അതിനകത്ത് NPXും കൂടെ അടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഓക്കെ ഡയറക്റ്റ് ആയിട്ട് അടിച്ചാലും പ്രശ്നം വരാറില്ല. അതിപ്പോൾ അത് അതായത് ഓരോ പ്രാവശ്യം NPX TSS തന്നെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ഇപ്പോൾ നോർമൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, അറേ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ എന്താ അത് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. ജസ്റ്റ് ഇതിന്റെ താഴെ തന്നെ ഫംഗ്ഷനും ഒരു ഫംഗ്ഷൻ നമ്മൾ നോർമലി ഡൗട്ട് വിനിഷ, ഇത് ഔട്ട്പുട്ട് കാണണമെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മളെങ്ങനെ ജാവാ സ്ക്രിപ്റ്റ് ഫയലിൽ റൺ ചെയ്യിപ്പിക്കുക, നോഡ് സ്പേസ് നമ്മുടെ ന്യൂ ഡെമോ ഡോട്ട് JS. ഓക്കെ, നോർമലി അത് നോർമലി പോലത്തെ. അടുത്തത് പറയട്ടെ, ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറയട്ടെ. ഫംഗ്ഷൻ, അപ്പൊ എനിക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണേ, അതായത് അഡീഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫംഗ്ഷൻ കീവേഡ് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കും, ഫംഗ്ഷൻ കീവേഡ് കൊടുത്തതിന് ശേഷം ഫംഗ്ഷന്റെ നെയിം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ആഡ് ആണെങ്കിൽ ആഡ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രേസസിനകത്ത് 2 വേരിയബിൾസിനെ പറഞ്ഞു കൊടുക്കും. ബ്രേസസിനകത്ത് എനിക്ക് 2 വേരിയബിൾസ് ആണ് വേണ്ടത്, ഇപ്പൊ എയോ ബിയോ അല്ലെങ്കിൽ num1 num2 പാസ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഓക്കെ num1, num2, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നോർമലി എന്ത് ചെയ്തിരുന്നത്, ഒരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം, ഈ num1ന്റെയും num2ന്റെയും പിന്നെ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്താണോ റിട്ടേൺ ചെയ്യണം അതിൻ്റെ എല്ലാം എന്ത് വേണം, ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതിൽ എവിടെയാ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ ഈ num1 കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലി കൊടുത്ത പോലെ തന്നെ num1 കഴിഞ്ഞിട്ട് അത് നമ്പറാന്ന് പറഞ്ഞു കൊടുക്കുക, num2 കഴിഞ്ഞിട്ട് ഫുൾ കോളൻ ഇട്ടിട്ട് അത് നമ്പറാന്ന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തേ num1 ഫുൾ കോളൻ, ആ സെയിം ലൈനിൽ തന്നെ അവിടെ തന്നെ സെയിം ലൈനിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അവിടെ തന്നെ ഫുൾ കോളൻ ഇടുക, നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യുക, num2 എന്ത് ചെയ്യുക, കഴിഞ്ഞിട്ട് ഫുൾ കോളൻ ഇടുക, നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഞാൻ A+B ആണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ കുഴപ്പമില്ല, നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷേ ഞാനിത് റിട്ടേൺ കീവേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. റിട്ടേൺ യൂസ് ചെയ്തേടാ, റിട്ടേൺ A+B, റിട്ടേൺ A+B, അല്ലെങ്കിൽ num1 + num2. ഓക്കെ, റിട്ടേൺ കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺ ബ്രേസസ് കൊടുക്കണം എന്നില്ലടാ, ഡയറക്റ്റ് ആയിട്ട് കൊടുത്താലും മതി. ഓക്കെ, റിട്ടേൺ ആണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, ഈ റിട്ടേൺ ചെയ്യുന്നതും എന്ത് ടൈപ്പാന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് എവിടെയാ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ സിഗ്നേച്ചറിന്റെ സെയിം ലൈനില്ല, 10th ലൈന്, 10th ലൈനിൽ എല്ലാം ഡിക്ലെയർ ചെയ്ത് num1 num2 എല്ലാം കഴിഞ്ഞാൽ ബ്രേസസും ക്ലോസ് ചെയ്തിട്ടില്ല, അവിടെ തന്നെ അവിടെ ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് അതിന്റെ റിട്ടേൺ ടൈപ്പിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. എന്ത് ടൈപ്പാ, num1 num2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്പർ തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യാം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം, ആഡ് നമ്പേഴ്സ്, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, വാല്യൂ കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്തു മതി, ഓക്കെ കൺസോൾ ഇത് മനസ്സിലായോ, ആരോണ്ട് മനസ്സിലായോ ഫംഗ്ഷൻ എങ്ങനെയാന്ന്? മനസ്സിലായി. പക്ഷെ എനിക്ക് അപ്പൊ മേളത്തെ സാധനത്തിലൊക്കെ എറർ വരുന്നുണ്ട്. അതായത് ഈ മെസ്സേജ് അതും കുഴപ്പമില്ലടാ, നമ്മൾ ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയലാണ്, പിന്നെ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു, അതിന്റെ ഒരു വാർണിംഗ് പോലെ കാണിക്കാം, അത് കുഴപ്പമില്ല, റൺ ആവും നമുക്ക്. ഇതിന് വീണ്ടും TSSC INPX TSSC ചെയ്യണം.
കാരണം ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഫയലിനകത്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, npx tsc ഫയൽ നെയിം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൺവേർട്ട് ചെയ്യണം. tsc ഫയൽ നെയിം എന്താണ് ഫയല്, ആ ഫയൽ നെയിം കൊടുക്കുക ts. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, നോഡ് ഒക്കെ ഉണ്ടോ. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് താഴെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് കൊടുത്ത് 10 വന്നു. അതായത് 4ഉം 6ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത് ചെയ്തോ, ആരോണിന് കിട്ടിയോ? ഇങ്ങനെയാണ് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്യാന്ന് നോക്കാം. ഫംഗ്ഷനും ഒബ്ജക്റ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ, അതായത് നാളെ നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന ഫയൽസ് ഇല്ലേ, പേജ് ഒബ്ജക്റ്റ് മോഡലിൽ ചെയ്തു വെച്ചേക്കുന്ന ഫയൽസ് എല്ലാം എന്ത് ചെയ്യുക, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാണ്, ടൈപ്പ് സ്ക്രിപ്റ്റിക്ക് കൺവേർട്ട് ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റ് നോക്കാം, ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നോർമലി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലെറ്റ് യൂസർ ഈക്വൽ ടു എന്തൊക്കെ ഡാറ്റ വേണം, നെയിം വേണം, ഏജ് വേണം, പ്ലേസ് അല്ലെങ്കിൽ ജെൻഡർ, അതിങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവും പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലെറ്റ് ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുക്കുക, ലെറ്റ് എന്തെങ്കിലും ഒരു യൂസറോ അല്ലെങ്കിൽ പേഴ്സണോ സ്റ്റുഡൻറ്റോ. എന്നിട്ട് എന്ത് ചെയ്യും, ഫുൾ കോളൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രേസസ്, കേളി ബ്രേസസിനകത്ത് നമുക്ക് എന്തൊക്കെ കീസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രോപ്പർട്ടീസ് ഞാൻ എന്ത് വേണം, നെയിമും ഏജും മാത്രം ഇപ്പോൾ കൊടുക്കുക, നെയിം കോമ ഏജ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെയല്ല, നമ്മൾ നോർമലി ഇട്ട് കൊടുക്കുക എങ്ങനെയാണ്, ലെറ്റ് യൂസർ ഈക്വൽ ടു നെയിം ഈക്വൽ ടു ഏജ് ഈക്വൽ ടു. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ലെറ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇത് ബാക്ക് സ്പേസ് അടിച്ച് ആദ്യം നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇത് ബാക്ക് സ്പേസ് അടിച്ച് ഓക്കെ. എന്നിട്ട് ലെറ്റ് യൂസർ ആദ്യം തൊട്ട് ലെറ്റ് യൂസർ ഇങ്ങനെ കൊടുക്കുക, ഈക്വൽ ടു ഓക്കെ. എന്നിട്ട് ബ്രേസസിനകത്ത് നമ്മൾ കീ വാല്യൂ ആയിട്ട് നമ്മുടെ ഡാറ്റ പറഞ്ഞു കൊടുക്കും, നെയിം ഈക്വൽ ടു അല്ല, നെയിം ഫുൾ കോളൻ അല്ലേ, കീ ഇതെന്താ ഒബ്ജക്റ്റ് അല്ലേ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഡബിൾ കോട്ട്സിനകത്ത് ഒരു പേര് പറഞ്ഞു കൊടുത്തു, ശ്രീജ്യോതി എന്ന് പറഞ്ഞു. ജസ്റ്റ് എന്നിട്ട് അടുത്തൊരു അതായിട്ട് ഏജ് ഈക്വൽ ടു ഒരു ഏജും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നമ്മൾ നോർമലി ഏജ് എന്ന് പറയുന്നത് നമ്പർ അല്ലേ, ഇപ്പോൾ ഡബിൾ കോട്ട്സ് വേണ്ട, അല്ലെങ്കിൽ അത് സ്ട്രിങ് ആക്കി എടുക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോർമലി എന്ത് ചെയ്യുക, ജാവ സ്ക്രിപ്റ്റിനകത്ത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിലാവുമ്പോൾ ഈ നെയിമിൻ്റെയും ഏജിൻ്റെയും ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പം അതെവിടെയാണ് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ, ലെറ്റ് യൂസർ കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ കോളൻ ഇടുക. മനസ്സിലായോ? അവിടെ ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് വീണ്ടും ഇതേപോലെ ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യാം. അല്ല, ഫുൾ കോളൻ ഇട്ടിട്ട് വീണ്ടും ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തേ. ഈക്വൽ ടു കളയണ്ട, ഈക്വൽ ടു ഇട്ട് കൊടുത്തേക്കുക. അങ്ങനെയല്ല, യൂസർ കഴിഞ്ഞിട്ട് ഒരു ഫുൾ കോളൻ ഇട്ട് കൊടുക്കുക. യൂസർ കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ കോളൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു കേളി ബ്രേസസ് വീണ്ടും ഓപ്പൺ ചെയ്തേ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, നെയിം ആദ്യം പ്രോപ്പർട്ടി നെയിം പറഞ്ഞു കൊടുക്കുക, ഫുൾ കോളൻ എന്താണ് അതിൻ്റെ ടൈപ്പ്, സ്ട്രിങ്, കോമ ഏജ് ഫുൾ കോളൻ എന്താണ് അതിൻ്റെ ടൈപ്പ്, അത് ടൈപ്പ് ഏജിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. നമ്പർ നമ്പർ. ഇനി നമ്മൾ നോർമലി ജാവ സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് ഇതിനകത്ത് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ജെൻഡർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലൈനിലായിട്ട് ജാവ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കൊടുക്കുമായിരുന്നു, ആഡ് ചെയ്യുമായിരുന്നു. യൂസർ ഡോട്ട്, അതായത് യൂസറിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, യൂസർ ഡോട്ട്
ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പുതിയൊരു വാല്യൂ പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷേ ടൈപ്പ് സ്ക്രിപ്റ്റിൽ അത് പോസിബിൾ അല്ല. എന്ത് വേണം, മുകളിൽ എന്ത് ചെയ്ത് കൊടുക്കണം, ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കണം ടൈപ്പ്. അപ്പം എനിക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ആ ലൊക്കേഷൻ എവിടെയും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കണം. നെയിം സ്ട്രിങ്, ഏജ്, നമ്പർ, അതേപോലെ തന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇതും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ച് കൊടുത്തിരിക്കണം. ലൊക്കേഷൻ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടെ ഞാൻ എന്ത് ചെയ്തിരിക്കണം, ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടൈപ്പും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അതിൻ്റെ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് പോകുമായിരുന്നു. യൂസർ ഡോട്ട് ലൊക്കേഷൻ ഈക്വൽ ടു കൊച്ചി, എറണാകുളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ആഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. അതേപോലെ ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഡാറ്റേനെ അതായത് ഇപ്പോൾ എനിക്ക് നെയിം പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എന്ത് ചെയ്യുക, യൂസർ ഡോട്ട് നെയിം. അപ്പം എന്ത് കിട്ടും, എനിക്ക് യൂസറുടെ നെയിം മാത്രം എന്ത് ചെയ്ത് കിട്ടും, പ്രിന്റ് ചെയ്ത് കിട്ടും. നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതും കോൾ ചെയ്യുന്നതും ഒക്കെ നോർമലി ജാവാസ്ക്രിപ്റ്റിനകത്ത് ചെയ്ത പോലെ തന്നെ. എന്ത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ഇതിനകത്തുനിന്ന് എങ്ങനെ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ആ ടൈപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ്, അതും ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് പോലെ ബ്രേസസിനകത്ത് നെയിം, സ്ട്രിങ്, പിന്നെ ഏജ്, നമ്പർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമായിരുന്നു. യൂസർ ഡോട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേടാ, യൂസർ ഡോട്ട് ലൊക്കേഷൻ, അതായത് വേറൊരു ഇതിനകത്ത് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാമായിരുന്നു, ആഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഈക്വൽ ടു ഒരു വാല്യൂ പറഞ്ഞു, ഡബിൾ കോഡ്സിനകത്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജാവാസ്ക്രിപ്റ്റിൽ അത് പറ്റില്ല. എന്ത് വേണം, അതിന് മുകളിൽ യൂസർ നെയിം, ഏജ് കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷനെയും കൂടെ അവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ എറർ മാറും. ലൊക്കേഷൻ ഈക്വൽ ടു സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ എറർ മാറും. മനസ്സിലായോ? അവിടെ പറഞ്ഞു കൊടുത്തേ. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാം. അതിനകത്ത് അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്, സ്ട്രിങ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, അപ്പം ഇവിടെയും പറഞ്ഞു കൊടുക്കണം. അതായത് ഇപ്പോൾ യൂസറിൽ എറർ വന്നേക്കുന്നുണ്ടോ, ഇവിടെയും ഏജ് കഴിഞ്ഞിട്ട് ഇവിടെ വാല്യൂസിനകത്തും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഉള്ള വാല്യൂവിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വാല്യൂ പറഞ്ഞു കൊടുത്തേക്ക്. അപ്പൊ അപ്ഡേഷനെ പറ്റുള്ള അഡീഷൻ പറ്റില്ല. ലൊക്കേഷന്റെ സ്പെല്ലിങ് അതായത് എന്താണ്, നമുക്ക് അതായത് നമ്മൾ ടൈപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇടയ്ക്കെന്ന് വെച്ചിട്ട് ഒരു ജെൻഡർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എക്സാമ്പിൾ ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾ ചെയ്ത സമയത്ത് ഓർമ്മയുണ്ടോ? അതുപോലെ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് എന്താണ് വേണ്ടത്, അത് ഡോട്ട് യൂസർ ഡോട്ട് അത് വെച്ച് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അതാണ് ടൈപ്പ് സ്ക്രിപ്റ്റ്. ടൈപ്പ് സ്ക്രിപ്റ്റ് ആകെ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയാം. ജാവാസ്ക്രിപ്റ്റിനെ എങ്ങനെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആക്കാമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഫുൾ പ്രൊജക്റ്റ് എന്ത് ചെയ്യാണ്, ടൈപ്പ് സ്ക്രിപ്റ്റിക്ക് നമുക്ക് 2 ക്ലാസ്സിനുള്ളിൽ അതും ചെയ്ത് തീരും. ടൈപ്പ് സ്ക്രിപ്റ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് എന്ത് ചെയ്താൽ മതി, ടൈപ്പ് സ്ക്രിപ്റ്റ് ആക്കിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഇത്രയും മതിയടാ. ബാക്കി നമുക്ക് നാളെ നോക്കാം. Okay, thank you. ബൈ.